നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. റീഡിംഗ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കുറച്ച് കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് പറയുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്. ഇവിടെ ഇത് കർമ്മഫലത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ കർമ്മം ചെയ്യുന്നു, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ചിലപ്പോൾ അവർ നമ്മളെ സഹായിക്കില്ല. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ അതാത് സമയത്ത് ചെയ്യുക കേട്ടോ. അപ്പോ അതിന്റെ ഫലം ദൈവമാണ് തരുന്നത്. ആ വ്യക്തി നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ആ വ്യക്തി ആയിരിക്കില്ല നമുക്ക് അതിന്റെ ഫലം തരുന്നത് എന്നാണ്. അപ്പൊ നിങ്ങളൊരു സാധനം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. സെൽഫിഷ് അല്ലാതെ സഹായിക്കുക എന്നാണ് ചുരുക്കി പറഞ്ഞാല്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് പോസിറ്റീവ്, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനുള്ള മനസ്സ് വെക്കണം. സോറി, തൊണ്ടയിലെന്തോ സൊല്യൂഷൻ ആണ് അന്വേഷിക്കേണ്ടത്. പ്രശ്നമുണ്ട്. ചിലര് കണ്ടിട്ടില്ലേ, പ്രശ്നമുണ്ട്, അവിടെ എല്ലാവരോടും കാണുന്നവരല്ല, ഭയങ്കര പ്രശ്നം. പക്ഷെ എന്താണ് സൊല്യൂഷൻ എന്ന് അന്വേഷിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ ചിലർക്ക് അത് ഇഷ്ടമാണ്. പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് സൊല്യൂഷൻ ആഗ്രഹിക്കാത്തവരാണ്. അപ്പൊ അങ്ങനെ ആവരുതെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയും. മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് ജ്ഞാനത്തിന് വേണ്ടി. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം. എന്താണ് നടക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, നമ്മളുടെ ഉള്ളിലെ ചിന്തകൾ എങ്ങനത്തെ ചിന്തകളാണ്, അത് ശരിയാണോ തെറ്റാണോ, മനസ്സിലായോ? കണ്ണടച്ചിരുട്ടാക്കാതെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ സത്യം നമുക്ക് മനസ്സിലാവും. നമ്മളെ കുറിച്ചുള്ള സത്യങ്ങൾ ചിലപ്പോൾ അറിയുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോ മൗണ്ടൻസ് എങ്ങനെയാണ് പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മളെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ മനസാന്നിധ്യത്തോടെ പ്രതിരോധിക്കാൻ പഠിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം, പ്രാർത്ഥന നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കര അഡിക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. മനസ്സിലാ, നിങ്ങൾക്ക് പണിയാവും. അഡിക്ഷൻ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ, അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം, എന്താ കാര്യം? ഈ ഒരു കാര്യത്തിന് നമ്മൾക്ക് ഇപ്പൊ അതില്ലാതെ നമുക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കൺട്രോളിലാണ് നമ്മള്. അത് മനുഷ്യരാവാം, ചിലപ്പോ ഒരു വെള്ളമടിക്കുന്ന ശീലമാകാം, ചീട്ടുകളിയാവാം, എന്തും ആയിക്കോട്ടെ. നമ്മളെ ബാധിക്കുന്ന, നമ്മളുടെ ജീവിതം നശിപ്പിച്ചു കളയുന്ന എന്ത് സാധനവും, നമ്മളെ മനസമാധാനം കെടുത്തി കളയുന്ന എന്ത് സാധനവും അഡിക്ഷൻ ആണ്. അപ്പൊ ആ സാധനം നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ മനസമാധാനമൊക്കെ കപ്പല് കയറും എന്ന് പറയുക, അതുപോലെയായി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ആൾക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്. നമ്മൾ നോക്കി ചിരിക്കുന്നവരെല്ലാവരും നമ്മളുടെ നല്ല കാര്യം, നമ്മൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണമെന്നില്ല എന്ന് പണ്ടൊരു ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു അറിവായിരുന്നു ആ സമയത്ത്. പിന്നെ അത് എക്സ്പീരിയൻസിലേക്ക് മാറി. ഇപ്പൊ ശരിയാ ടീച്ചർ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വന്നു. ഓക്കെ, ആദ്യത്തെ കാർഡ്, നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ, എന്ന് വെച്ചാല് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിച്ചതായിരിക്കാം, പുതിയതായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാള് മറ്റേയാളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനും ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, ഒരാൾ മാത്രമല്ല രണ്ടുപേരും അതുപോലെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വർക്ക് ആവണം.
ഇത് സക്സസ്ഫുൾ ആകണം എന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോ ആണ്, എർത്ത് സൈൻ ആണ്, സ്റ്റെബിലിറ്റി ആണ്. എർത്ത് സൈൻസ് എപ്പോഴും സ്റ്റെബിലിറ്റി ആണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോ ഈ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിരിക്കണം, എപ്പോഴും എന്നേക്കും വേണം. ഇത് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് വളരണം. ഇതുകൊണ്ട് രണ്ടുപേർക്കും ബെനിഫിറ്റ്, രണ്ടുപേരുടെയും ഗോള് ഒന്നാണ്. രണ്ടുപേർക്കും ബെനിഫിറ്റ് വേണം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്ന് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ് ഭഗവാനെ? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ്? അത് രണ്ടും വീണു. ഓൾറൈറ്റ്. അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ കാര്യങ്ങൾ ഡിലേ ആവുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും പക്ഷെ ഇവിടെ ഡിലേ ആയിട്ടുണ്ട്. അതില് കുറച്ചൊരു ചില സമയത്ത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്, ചില സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും രണ്ടുപേരും തമ്മില് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കാതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വഴക്കിടുന്നുണ്ടാവാം. നീ ചെയ്തത് ശരിയായില്ല, ആ ചെയ്തത് ശരിയായില്ല എന്ന് ആ ഇമോഷന്റെ ആ സമയത്ത് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ടാവാം. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഇനിയിപ്പോ വേറെ വഴിയില്ല, നിങ്ങൾ തമ്മില് റിലേഷൻഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ തമ്മിൽ ഇനിയിപ്പോ വേറെ വഴിയില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്തെടുക്കാം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇപ്പൊ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത്ര നിങ്ങൾ വിചാരിച്ച പോലെ അത്ര അങ്ങോട്ട് സക്സസ്ഫുൾ ആയിട്ടില്ല റിലേഷൻഷിപ്പ്. പക്ഷേ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പിരിയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുമിച്ച്. കാരണം ഇവിടെ രണ്ടുപേർക്കും സ്റ്റെബിലിറ്റി ആണ്. ഇവിടെ ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ് മെയിൻ. അപ്പോ ഈ കാര്യം എന്താന്ന് വെച്ചാല് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എർത്ത് സയൻസ് പൊതുവെ അവിടെ നിന്ന് ഇട്ടിട്ട് ഓടിക്കളയില്ല. മനസ്സിലായി? അവരവിടെ നിന്ന് അതിന്റെ സൊല്യൂഷൻ കണ്ട് എന്തെങ്കിലും ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ, ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഒന്ന് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഒരാളെ വിവാഹം കഴിച്ചു, ആ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അത് ഡിവോഴ്സ് ചെയ്ത് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. അവിടെയും ഇതേ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യും. കാരണം പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ട്, അത് നമ്മൾ മാറ്റാതെയാണ് വേറൊരു ബന്ധത്തിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ബന്ധമില്ല, അത് ആര് തമ്മിലാണെങ്കിലും. മനസ്സിലായോ? അപ്പോ യുക്തിപൂർവ്വം ചിന്തിക്കുന്നവർ എന്ത് വിചാരിക്കും, എന്തായാലും എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ്, പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്ന് ചിന്തിക്കും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ അത് ഇട്ടെറിഞ്ഞു പോകുന്ന സ്വഭാവക്കാരല്ല. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ ഇത് നടത്തിയെടുക്കാൻ എന്ന് ചിന്തിക്കുന്നവരായത് കൊണ്ട് തന്നെ ഇപ്പൊ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാള് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം. കുറച്ച് സമയം എടുക്കുമായിരിക്കാം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാം എന്നൊരു മനസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പൈസസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അതാണ് നോക്കി. ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് അതന്നെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് തന്നെ ജീവിതം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പൊ പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ചിലര് എന്താ പറയാ, ഇപ്പൊ ഒരു വളരെ അധികം പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന ഒരു മേശ ഒരു വർക്കിംഗ് ടേബിൾ ആണെന്ന് വിചാരിക്കുക. ഓരോ സാധനങ്ങൾക്കും ഓരോ സ്ഥലം ഒരാൾ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അത് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും, അയാളുടെ ഇമോഷൻ അത് ബാധിക്കും. അങ്ങനെ ഒരു ഭർത്താവ്. ഭാര്യയാണെങ്കിലോ എവിടെ വെച്ചാൽ എന്താ കുഴപ്പം, സാധനം കണ്ടു കിട്ടിയ പോലെ എന്ന് വിചാരിക്കുന്ന രണ്ടുപേരാണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷേ സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ. പ്രശ്നങ്ങൾ വരുമ്പോ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. പക്ഷെ വലിയ കാര്യങ്ങൾ വരുമ്പോ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ്, ഭാര്യയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ്, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിൽ സപ്പോർട്ട് കിട്ടുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നമുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളെ അല്ലാതെ വേറെ ആരെയും ഈ സ്ഥാനത്തേക്ക് കാണുന്നില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് കേട്ടോ.
അപ്പൊ ഉള്ളില് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോ ഇപ്പൊ ഹൈപ്പർ ആവുമായിരിക്കും, ഉള്ളില് ഭയങ്കര ദേഷ്യം വരുമായിരിക്കും. ചിലപ്പോ ഭർത്താവ് മിക്ക ഭാര്യമാരും പറയുന്നതാണ്, ഭർത്താവ് കുളിച്ചു കഴിഞ്ഞാൽ നനഞ്ഞ തോർത്ത് കൊണ്ട് കട്ടിലിൽ ഇട്ടിട്ട് പോകും. കട്ടിൽ എന്ന് പറഞ്ഞാൽ കട്ടിലിന്റെ ആ സൈഡിലുള്ള സാധനമല്ലേ, ആ സ്റ്റാൻഡിൽ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകും. അപ്പൊ ആ വെള്ളം മുഴുവൻ ബെഡിലേക്ക് ഇറങ്ങി. ഇതൊക്കെ ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റാത്ത ഭാര്യമാരുണ്ട് ചിലര്. ചിലര് ശീലമായതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഒക്കെ അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന ഒരു ദേഷ്യം വന്നങ്ങ് പ്രാന്തായി. രണ്ടുപേരും ജോലിക്ക് പോണവരാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ തമ്മിലേ ശരിയാവുള്ളൂ. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് മാറുമെന്നൊരു ശുഭാപ്തി വിശ്വാസം. നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ ഇതല്ല. നമ്മളുടെ ഗോള് വളരെ വലിയൊരു ഗോളാണ് നമുക്കുള്ളത്. എയിം, ഭാവിയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അത് എത്തിക്കും. അതിനിടയിൽ ചെറിയ പ്രശ്നങ്ങളാണിത്. അതുകൊണ്ട് എനിക്ക് നിന്നോട് വലിയ ദേഷ്യമൊന്നുമില്ല. ഉള്ളിലൊക്കെ ചില സമയത്ത് നിന്നെ നല്ലോണം അങ്ങോട്ട് ചീത്ത പറയാൻ തോന്നുമെങ്കിലും അത് കുഴപ്പമില്ല, നീ തന്നെയാണ് എനിക്ക് നല്ലത് എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുണ്ട് കേട്ടോ. ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്നു, മീൻസ് എന്താണ് വ്യക്തിയുടെ ശരിക്കുമുള്ള നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ഓവറായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട് വ്യക്തി പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചൊരു ബാലൻസ് ചെയ്ത് നിന്നാൽ കൊള്ളാം. കുറച്ചൊരു ക്ഷമ, കുറച്ചൊരു ദേഷ്യം കുറയ്ക്കുക, സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ് എന്ന് വ്യക്തി പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും, പൊട്ടിത്തെറിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ദേഷ്യം വരുമെന്നാണ്. ആള് ശുദ്ധനാണ്, ശുദ്ധയാണ്, പക്ഷെ ഈ മുൻകോപം കുറച്ച് കൂടുതലാണെന്നാണ് പറയുന്നത്. ചിന്തിക്കാതെ സംസാരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തടിച്ച് പെരുമാറുക. ഇപ്പൊ ഈ വ്യക്തിയോടാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ അതിലൊരു ബാലൻസ് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. വേറൊരു കാര്യം, നിങ്ങളൊരു പുരുഷനോ സ്ത്രീയോ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും വെള്ളമടിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ വെള്ളമടിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും വെള്ളമടിക്കും, അതിനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പോ വെള്ളമടി കുറച്ച് കുറയ്ക്കണം, അതൊന്ന് മിതമാക്കണം എന്നും കൂടെ ഈ വ്യക്തി അങ്ങനെ ഒരു അഭിപ്രായം കൂടി ഉണ്ട്. മെയിൻ ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ കൺട്രോൾ വെക്കണമെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം. എല്ലാ കാര്യത്തിലും നിങ്ങൾ ബെസ്റ്റ് ആണ്. ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷെ ചില സമയത്ത് അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യുക, കുറച്ചൊന്ന് ക്ഷമ പ്രാക്ടീസ് ചെയ്യുക, പിന്നെ മുൻകോപം ഒന്ന് കുറയ്ക്കുക. ഇതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇതാണ് വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം. ആള് പാവമാണ്, പക്ഷെ ചില സമയത്ത് നല്ല പണിയാണ് തരുന്നതെന്നാണ് വ്യക്തി പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട് ഇവിടെ. അക്വേറിയസ്, ലീബ്ര, ജെമിനായി, അക്വേറിയസ്, ലീബ്ര, ജെമിനായി, ഇതെല്ലാം ചിന്തകളാണ്. എയർ സൈൻ ആണ്, ചിന്തയാണ്. ഹാപ്പിനെസ് ഇല്ലായ്മ കുറച്ചുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഹാപ്പി, അത് മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തി. കാരണം ഈ വ്യക്തി വെയിറ്റ് ചെയ്യാൻ, വർക്ക് സമയം, എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ അതൊന്ന് പ്രാവർത്തികമാകാനും അത് ഒരു റിസൾട്ട് തരാനും ഒക്കെ സമയം എടുക്കും. അത് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അപ്പൊ വ്യക്തി പറയുന്ന ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളിൽ ഹാപ്പിയൊക്കെയാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, അതൊക്കെ മാറ്റിയെടുക്കാനേ ഉള്ളൂ. നിങ്ങളും കൂടെ വിചാരിക്കണമെന്ന് മാത്രം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ റീഡിംഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും